ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണത്തിൻ്റെ അന്നത്തെ ഒരു വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ എന്നാലും എൻ്റെ ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ അത് അച്ഛൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ കൂടെ പാലും കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പാത്രമായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാൽ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ പായസമൊക്കെ വെക്കണമല്ലോ, അപ്പോൾ പാൽ കുറച്ച് തോന വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പാത്രമായിട്ട് അച്ഛൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ എണീറ്റപ്പോൾ. ഞാനും ചേച്ചി എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും മേമയൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അവരത് അടുക്കളയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മേമയും ചേച്ചിയും കൂടിയിട്ട്. പിന്നെ അതാ നമ്മുടെ കറികളൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിയലാവുന്നുണ്ട്. പിന്നെ അതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇനി പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ കറികളൊക്കെ അതാ ഓരോന്നായിട്ട് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ വെണ്ടയ്ക്ക, മുരിങ്ങക്കായൊക്കെ ഇതാ അവിടെ സാമ്പാറിക്കുള്ള അതൊക്കെ ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടക്കായ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അമരക്കായ നമ്മൾ പച്ചക്കറി ഐറ്റംസൊക്കെ തലേദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് പിന്നെ ആ ഒരു പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതാ അവിയലിന് തേങ്ങ ഇതാ ചേർക്കുന്നുണ്ട് കേട്ടോ അമ്മ. അങ്ങനെ അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എണീക്കാൻ കുറച്ച് നേരം വൈകി എന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഞങ്ങളിങ്ങനെ കുറേ നേരം സംസാരിച്ച് ഉറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അത് കാരണം തന്നെ ഞങ്ങൾക്ക് അടുക്കളയിൽ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പഴം പുഴുങ്ങിയതും പപ്പടമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛന് പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഷുഗറായ കാരണം പഴമൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അച്ഛന് പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പല്ല് തേക്കണം, കുളിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി പോവുകയാണ്. ചേച്ചി ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴുള്ളൊരു കോളാണ് കേട്ടോ അത്. നിങ്ങളാരും പേടിക്കേണ്ട ഞങ്ങളെ കണ്ടിട്ട്. പിന്നെ എന്താ ചേച്ചി അവിടെ നിന്ന് പല്ല് തേക്കുന്നുണ്ട്. അപ്പോൾ നേരെ അങ്ങനെ വെളിച്ചായി വരണുള്ളൂ കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ ഞങ്ങളിതാ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒരുവിധം ആയിട്ടുണ്ടല്ലോ. അമ്മി മേമ ഉള്ളതുകൊണ്ട് തന്നെ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ. അപ്പോൾ പിന്നെ ഞാനും ചേച്ചിയും കൂടെയായിട്ട് പൂക്കളിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ഇതാ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് പൂവൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം തിരുവോണമാണല്ലോ, കുറച്ച് വലിയ പൂക്കളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ പൂവ് അത്രയൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ തട്ടിക്കൂട്ടിയിട്ട് നല്ലൊരു പൂക്കളം തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൂക്കളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ പിള്ളേരൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ നല്ല ഉറക്കമാണ്. ഞാൻ പറഞ്ഞല്ലോ തലേദിവസം ലേറ്റായിട്ട് തന്നെ ഉറങ്ങിയോണ്ട് ആരും എണീറ്റിട്ടൊന്നുമില്ല. പിള്ളേരൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ചേച്ചി അവിടെ ഇരുന്നിട്ട് പൂവരിയുണ്ട്, ഞാനും കൂടെ അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ പാല് കൊണ്ടുവരുന്ന ചേട്ടൻ വീട്ടിലേക്ക് പാല് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആ പാല് കൊണ്ടുവരുന്ന ചേട്ടൻ അവിടെ വന്നിട്ട് പാല് ഗേറ്റിൻ്റെ അവിടെ വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞങ്ങളുടെ പണി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ രീതിക്ക് ഒരു കളം പോലെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പൂക്കളം ഇടുകയാണ്. പിന്നെ നമ്മളങ്ങനെ അളന്നെടുത്ത് വരച്ചതൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാകപ്പിഴകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് പൂക്കളിടുന്നുണ്ട് കേട്ടോ. പിന്നെ പൂക്കളിടാൻ വേണ്ടിയിട്ട് പിള്ളേരെ വിളിക്കുക വെച്ചാൽ അവർ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് പിന്നെ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തന്നെയാട്ടോ പൂക്കളിടുന്നത്. പിന്നെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു പൂക്കളിടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതിനോടൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ പൂക്കളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ നമ്മുടെ മുക്കുറ്റിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓണമായതുകൊണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഓണത്തിന് ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ചീഞ്ഞ് നിൽക്കണ ഒരു അന്തരീക്ഷം. സാധാരണ എല്ലാ ഓണത്തിനും നല്ല വെയിലാണല്ലോ ഉണ്ടാവാറ്. പിന്നെ അത്തത്തിൻ്റെ അന്ന് തന്നെ മഴ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഓണം ചിലപ്പോൾ മഴ കൊണ്ടുപോകും എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ മഴ ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു മഴ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ ആദ്യകൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ചേച്ചി അവനെടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾ ഇറങ്ങാൻ കൂട്ടാക്കണില്ല, ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാണ് ആൾ. പിന്നെ അതാ അടുക്കളയിൽ പോയിരിക്കുന്നുണ്ട്. ഇതാ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആൾ ആലോചിച്ചിരിക്കും കുറച്ച് നേരം, എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. പിന്നെ അതാ ചേച്ചീനെ എണീപ്പിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അതാ ആളും ഉറക്കക്ഷീണത്തിൽ തന്നെയാണ്, എന്നാലും എണീറ്റ് വന്നിട്ടുണ്ട്. ചേച്ചിക്കുട്ടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവളതാ എണീറ്റിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മേമ അതാ അവിടെ കുളിച്ച് ഉഷാറായി സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുളി ആദ്യം കഴിഞ്ഞ കാരണം അവരിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അമ്മയും മേമയും കൂടെ ആദ്യം ഇരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പൂവൊക്കെ തലേ ദിവസം തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുന്നംകുളത്തുനിന്ന് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെറിയ രീതിക്കൊന്ന് വാടിയിട്ടും ചീഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ടൈം കൊണ്ട് കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതാ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ കളിയൊക്കെയാണ്, രാവിലെ നേരത്തെ നീറ്റ് കുളിക്കാണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. ഹലോ,
അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട്, എണീറ്റിട്ടൊന്നുമില്ല. എവിടെയാ കുട്ടി? പിന്നെ അതാ ആമിക്കുട്ടി ഇതാ മുകളിൽ നിന്ന് എണീറ്റ് താഴത്തേക്ക് വന്നിട്ട് ഇത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ലേറ്റായി കിടന്നുകൊണ്ട് തന്നെ അവൾ ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല, നേരത്തെ നിൽക്കാനൊന്നും വയ്യ കേട്ടോ. അപ്പോൾ താഴത്തെ റൂമിൽ വന്ന് കിടക്കുന്നുണ്ട്. ആദ്യം പിന്നെ എണീറ്റിട്ട് പിന്നെ ഇതാ നടന്നു തുടങ്ങി ഉഷാറായിട്ടുണ്ട്. ഇനി അവനെ പല്ലേച്ച് കുളിപ്പിക്കണം. അങ്ങനെ അവനൊക്കെ പല്ലേച്ച് കുളിപ്പിച്ച് കൊടുത്തിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിന്നെ ഞാനും ആ ഒരു പാത്രത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പലരും പല ടൈമിലായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ കുളി കഴിയണതിനനുസരിച്ച് അങ്ങനെയായിരുന്നേ. പിന്നെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ആദ്യം. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ സെറ്റ് സാരി കൊടുത്തിട്ട് പോകാനുള്ളൊരു മടി ഉണ്ടായിരുന്നു. ആകെ ചളി പിടിച്ച് നാശാവില്ല എന്നുള്ളൊരു മടി കാരണം അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അമ്പലത്തിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കൂടെ അമ്മ ദാ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാറുണ്ട്, അവിയൽ, ഓലൻ, കാളൻ, പിന്നെ എലിശ്ശേരി, പുളിയിഞ്ചി അച്ചാർ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇതാ നമ്മൾ ടേബിളുമ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പായസം വെക്കാൻ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പാലട പായസം ഉണ്ടാക്കുന്നുണ്ട്. മേമതാ പാലട ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആൾ നല്ല സ്റ്റഡി വെടി ആയിട്ട് എനിക്ക് നിന്നേരും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാലടയാണ് കേട്ടോ മേമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പരിപ്പ് പായസം കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചി ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും പപ്പടും പിന്നെ പുട്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഇനിയിപ്പോൾ നമുക്കുള്ള ആകെക്കൂടിയുള്ളൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കുറച്ച് കഴുകാനുണ്ട്, അതുപോലെ തന്നെ അടിച്ചുവരുക, തുടയ്ക്കുക, അങ്ങനത്തെ പണി മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പം ഞാൻ പിന്നെ എൻ്റെ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോൾ അത് അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ആദ്യം ഇത് അവിടെ സോഫയാകുമ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെയും കുളിയും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെങ്കിലൊക്കെ അവൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. ആമിക്കുട്ടി പിന്നെ കുളിക്കാൻ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അടിച്ചു വരുന്നുണ്ട്. ചേച്ചി പിന്നെ അത് ആ മുകളിലത്തെ റൂമൊക്കെ അടിച്ചു തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മളങ്ങനെ ഡെയിലി ഒന്നും അടിച്ചു തുടയ്ക്കാറില്ല. അപ്പോൾ അവിടെ നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി അവിടെ മുകളിൽ അടിക്കാനും തുടയ്ക്കാനും പോയപ്പോൾ ഞാൻ പിന്നെ താഴത്ത് അടിക്കാനും തുടയ്ക്കാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓണത്തിന് നമ്മൾ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകാണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മഴയൊന്നും ഓണത്തിന് ഉണ്ടാവാറുമില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പാലട പായസം വെക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ പരിപ്പ് പായസം വെക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ അച്ഛന് പരിപ്പ് പായസമാണ് കേട്ടോ ഇഷ്ടം. കാരണം അച്ഛൻ പാലിനോട് വലിയ താല്പര്യമില്ല. അത് കാരണം തന്നെ നമ്മൾ പരിപ്പ് പായസവും മിക്കതും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം സെറ്റ് മുണ്ട് എടുക്കാമെന്നൊക്കെ ആയിട്ട് വിചാരിച്ചേ ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞങ്ങളും ചുരിദാറാക്കിയിട്ടുണ്ട്. പിന്നെ അത് അമ്മയും മേമയൊക്കെ സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ പിള്ളേരുടെയും അമ്മയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ ഇലയൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓണം വിശേഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഫുഡ് കഴിക്കുമല്ലോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളൊക്കെ നേരത്തെ കഴിക്കാറുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും. ചിലവർ അതിനേക്കാൾ നേരത്തെ കഴിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പിരിഞ്ഞ് പോകും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോവും, ചേച്ചി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും, പിന്നെ മേമയുടെ വീട്ടിലും പോകും കേട്ടോ. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല, അച്ഛനമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ വിളക്കത്ത് വെച്ചിട്ടാട്ടോ വിളമ്പുക. വിളക്കത്ത് നമ്മൾ എല്ലാ കറികളും വിളമ്പും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഇലയിലൊക്കെ വിളമ്പുക കേട്ടോ. അപ്പോൾ അടുക്കളയിലാണ് വിളക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഡൈനിങ് ഹാളിൽ വന്നിട്ട് ഇതാ ഇലയൊക്കെ വെച്ച് വിളമ്പുന്നുണ്ട്. പിന്നെ ആദ്യക്ക് വിശപ്പ് കാരണം തന്നെ അവൻ തന്നെ ഒന്നാമതായിട്ട് വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആമിക്കുട്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടെ ഫസ്റ്റ് ഇരുന്നിട്ടുണ്ട്. പിന്നെ അമ്മയും മേമയും കൂടെ അതാ ചോറും കറികളൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വിശേഷം വന്നു കഴിഞ്ഞാലും ആദ്യം ഇതുപോലെ, അതായത് വിഷു, ഓണം, പിന്നെ ആരുടെയെങ്കിലും പിറന്നാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ വിളക്കത്ത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കറികളും നമ്മുടെ ഇലയിലൊക്കെ വിളമ്പുക കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി നാട്ടിലുണ്ടാവാറില്ല കേട്ടോ. ചേച്ചി പുറത്താണല്ലോ. അപ്പോൾ ഓണത്തിനൊന്നും അങ്ങനെ വീട്ടിലുണ്ടാവാറേ ഇല്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പായസം കൂടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. പാലട പായസം കേട്ടോ ഞാൻ കുടിച്ചത്. എനിക്ക് പരിപ്പിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ആദ്യക്കുട്ടനും ചെറിയ രീതിക്ക് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ആളൊരു എന്തോ ഒരു വാശിയിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് അവനും പായസം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പായസമൊക്കെ കുടിച്ചതാ എല്ലാവരും പിരിഞ്ഞു പോയിട്ട്. അപ്പോൾ ഞാനും മേമയും കൂടെ ഒരുമിച്ചാണ് പോണേ. കാരണം മേമേനെ സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. പിന്നെ ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും പോയി. ഇനി വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നേരെ ഞാനിതാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഓണത്തിൻ്റെ അന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.